സ്നേഹത്തൂവലായി മലപ്പുറം നഗരസഭയിലെ ഭിന്നശേഷിക്കാർ ഇന്ന് വയനാട്ടിൽ. മലപ്പുറത്തിന്റെ ചരിത്രത്തിലേക്ക് പൊൻതൂവലായി ഒരു ഉല്ലാസയാത്ര കൂടി. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജ്യത്തെ ഏറ്റവും വലിയ ഉല്ലാസയാത്രയൊരുക്കി റെക്കോർഡിട്ട മലപ്പുറം നഗരസഭ ഈ വർഷം തുടങ്ങുന്നത് തന്നെ മറ്റൊരു ചരിത്ര ഉല്ലാസയാത്രയുമായി. മലപ്പുറം പാലിയേറ്റീവ് ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്ത 35 പേരാണ് ഇന്ന് മലപ്പുറം നഗരസഭയുമായി സഹകരിച്ച് നടത്തുന്ന സ്നേഹത്തൂവൽ എന്ന് നാമകരണം ചെയ്ത ഈ ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നത്. അവരുടെ സഹായികളായി 35 ബന്ധുക്കളും നഗരസഭാ കൗൺസിലർമാരും പാലിയേറ്റീവ് വളണ്ടിയർമാരുമാണ് സംഘത്തിലുള്ളത്. രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ റഫീഖും ഉല്ലാസയാത്ര പ്രയോജകരായ ഷിബിലിയും യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഏറെ സംതൃപ്തിയും അഭിമാനവും തോന്നുന്ന ഒരു യാത്രയാണ് ഇതെന്നും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഡ്വക്കേറ്റ് റിനീഷ നന്ദി പറഞ്ഞു. മലപ്പുറം നഗരസഭയിലെ വല്യങ്ങാടിയിലെ പാലിയേറ്റീവ് കെയറിലെ രോഗികളുമായി മലപ്പുറം നഗരസഭയും ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇന്ന് ഞായറാഴ്ച 3 വണ്ടിയിൽ യാത്ര വയനാട്ടിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയാണ്. അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വീൽ ചെയറിലുള്ള ഞങ്ങളെ ഒരു ടൂറൊക്കെ കൊണ്ടുപോകണം എന്ന് ഞാൻ സന്ദർശിച്ച സമയത്ത് അവർ പറയുകയുണ്ടായി. തികച്ചും പൂർണ്ണമായിട്ടും സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. ഇതിനുവേണ്ടി സഹകരിച്ച സുമനസ്സുകൾക്ക് ആദ്യമേ നന്ദി പറയുകയാണ്. ഇവരുടെ ഒരു സന്തോഷത്തിനും ഇവരുടെ അവരുടെ ഒരു ഉത്സാഹം കാണുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ, ഇതിലൊരു ത്രെഡ് ആവാൻ സാധിച്ചതിൽ സർവശക്തന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നഗരസഭയുടെ പേരിൽ, മുഴുവൻ കൗൺസിലർമാരുടെ പേരിൽ, ഭരണസമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. ഈ യാത്ര വളരെ സന്തോഷം നിറഞ്ഞതാണെന്ന് യാത്രക്കാരിൽ ഒരാളും എഴുത്തുകാരിയുമായ സലീന കൂട്ടിലങ്ങാടി പറഞ്ഞു. സലീന കൂട്ടിലങ്ങാടി, ഒരുപാട് സന്തോഷമുണ്ട്. മലപ്പുറം പാലിയേറ്റീവ് നിന്ന് ഇങ്ങനെ ഒരു ടൂറ് പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. ചെയർപേഴ്സണോട് പറഞ്ഞ് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ ടൂറ് വേറെ 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ സെറ്റായി ഇന്നിപ്പോൾ നമ്മൾ പോകാനുള്ള സന്തോഷത്തിലാണ്. 3 ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പുറമെ ആംബുലൻസ്, വീൽ ചെയറുകളും മറ്റ് സാമഗ്രികളുമായി പിക്കപ്പുകൾ, പാലിയേറ്റീവ് ജീപ്പ് തുടങ്ങി 7ഓളം വാഹനങ്ങളുമായാണ് ഈ ഉല്ലാസയാത്ര. നോളജ് സിറ്റിയിൽ പ്രാതൽ കഴിച്ച് വിശ്രമിച്ച് ഉച്ചയ്ക്ക് പാർക്കുകളിലും സന്ദർശിച്ച് വൈകിട്ട് മടങ്ങുമെന്നാണ് സംഘാടകർ പറഞ്ഞു. രാവിലെ സംഘത്തെ യാത്രയയക്കാൻ മലപ്പുറം പാലിയേറ്റീവ് ക്ലിനിക് ഭാരവാഹികൾ, നഗരസഭാ കൗൺസിലർമാർ, റിമാൽ ഭാരവാഹികൾ, മറ്റു സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ തുടങ്ങി വലിയൊരു സംഘം ആളുകൾ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് ഒത്തുകൂടിയിരുന്നു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.